ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂർക്കയും ചെമ്മീനും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൂർക്കയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ആദ്യം വേവിച്ചെടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടാണ് ചെമ്മീൻ നന്നായിട്ട് വേവിച്ചെടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കൂർക്കയും കൂടി ചേർത്തിട്ട് കൂർക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ടു നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ശരിക്കും അങ്ങ് വെന്ത് പോകണ്ട. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. സവാള ആയാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില ഇത്രയും എല്ലാവരും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് ഈ ഉള്ളി ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടിപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ഓൾറെഡി ചെമ്മീനിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താണല്ലോ വേവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒരു കളറിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. അത് നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ചെമ്മീനും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചെടുത്തപ്പോൾ ഉള്ള വെള്ളം ശരിക്കും വറ്റിയിട്ടില്ലെങ്കിൽ ശരിക്കും ഒന്ന് ഇളക്കി വറ്റിച്ച് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ കൂർക്ക ശരിക്കും വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് കൂർക്ക പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് മാക്സിമം ഇളക്കി തന്നെ വേവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൂർക്ക ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ റെസിപ്പിയാണ്. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.